എല്ലാവർക്കും നമസ്കാരം. മേക്സ് ടുഡേയിലേക്ക് സ്വാഗതം. അപ്പോൾ IPL 17-ാം സീസണിലെ രണ്ടാം റൗണ്ട് പോരാട്ടത്തിന് അരങ്ങൊരുങ്ങുകയാണ് ഡൽഹി ക്യാപിറ്റൽസും രാജസ്ഥാൻ റോയൽസും. മാച്ച് നമ്പർ 9-ൽ സവായ് മാൻസിംഗ് സ്റ്റേഡിയം ജയ്പൂരിലാണ് ഇരു ടീമുകളും മുഖാമുഖം വരാൻ പോകുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ ക്രിക്കറ്റിൽ രണ്ട് യുവ സെൻസേഷണൽ താരങ്ങൾ നയിക്കുന്ന രണ്ട് ടീമുകൾ, സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസും ഒപ്പം ഏറെക്കാലം 1.5 വർഷത്തോളം ക്രിക്കറ്റിൽ നിന്നും ഇടവേള എടുത്തതിന് ശേഷം കാർ ആക്സിഡൻറ്റ് മൂലം ഇടവേള എടുത്തതിന് ശേഷം തിരികെ വരികയും ഡൽഹി ക്യാപിറ്റൽസിൻ്റെ നായകസ്ഥാനത്തേക്ക് തിരിച്ചെത്തുകയും ചെയ്ത ഋഷഭ് പന്തും നയിക്കുന്ന ഡൽഹി ക്യാപിറ്റൽസ് മുഖാമുഖം വരികയാണ് ദ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ. രാജസ്ഥാൻ റോയൽസിൻ്റെ തുടക്കം സീസണിലൊരു മികച്ച വിജയത്തോടു കൂടിയായിരുന്നു. ലക്നൗ സൂപ്പർ ജയൻസിനെ ജയ്പൂരിൽ 20 റൺസിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് രാജസ്ഥാൻ സീസണിന് തുടക്കം കുറിച്ചിട്ടുള്ളതെങ്കിൽ DC സംബന്ധിച്ച് പഞ്ചാബ് കിങ്സിനോട് 4 വിക്കറ്റിൻ്റെ പരാജയം ഏറ്റുവാങ്ങാനായിരുന്നു എവേ പോരാട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ വിധി. തുടർച്ചയായ രണ്ടാമത്തെ എവേ പോരാട്ടത്തിനാണ് ഡൽഹി ക്യാപിറ്റൽസ് അരങ്ങൊരുക്കുന്നതെങ്കിൽ തുടർച്ചയായ രണ്ടാം ഹോം മത്സരത്തിനാണ് രാജസ്ഥാൻ റോയൽസും വരുന്നത്. നമുക്കറിയാം, ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ച താരം തന്നെയായിരുന്നു ക്യാപ്റ്റൻ സഞ്ജു സാംസൺ. 52 പന്തിൽ പുറത്താവാതെ 82 റൺസായിരുന്നു സഞ്ജു നേടിയത്. ഒപ്പം ഫോമിലേക്ക് മടങ്ങിയ റിയാൻ പരാഗും 43 ചേർന്ന് മികച്ച ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് തന്നെയായിരുന്നു രാജസ്ഥാൻ റോയൽസിന് അന്നൊരു കൂറ്റൻ സ്കോറിലേക്ക് എത്തിച്ചത്. ഒപ്പം ബൗളിങ്ങിൽ സഞ്ജു സാംസൺ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയത് രാജസ്ഥാനൊരു അനായാസ ജയം തന്നെയായിരുന്നു ലക്നൌവിനെതിരെ നേടിയെടുത്തത്. നാന്ദ്രെ ബർഗറും അതോടൊപ്പം തന്നെ ട്രെന്റ് ബോൾട്ടും അവസാന ഓവറുകളിൽ സന്ദീപ് ശർമ്മയും ആവേശ് ഖാനും ഒക്കെ നടത്തിയ മികച്ച ബൗളിംഗ് പ്രകടനം തന്നെയായിരുന്നു രാജസ്ഥാൻ റോയൽസിനെ സീസണിലെ ആദ്യ ജയത്തിലേക്ക് നയിച്ചത്. ഡൽഹിയെ സംബന്ധിച്ച് ബൗളിങ്ങിലെ പോരായ്മകൾ തന്നെയാണ് അവർക്ക് ഏറ്റവും പരിഹരിക്കേണ്ടത്. കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റിംഗ് ലൈനപ്പ് ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിര അല്പം മങ്ങിപ്പോയെങ്കിൽ പോലും ഇമ്പാക്റ്റ് പ്ലെയർ ഓപ്ഷനായിട്ട് വന്ന യുവതാരം അഭിഷേക് പോറൽ 10 പന്തിൽ 32 റൺസ് അടിച്ചപ്പോൾ ഡൽഹി ഒരു മാന്യമായ ടോട്ടലിലേക്ക് എത്തിയിരുന്നു. എന്നാൽ ബൗളിംഗ് ലൈനപ്പിലേക്ക് വരുമ്പോൾ അവസാന ഓവറുകളിൽ ഡെത്ത് ഓവറുകളിൽ ബൗളർമാരുടെ ആ ഒരു റൺസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാതെ പോയത് ഡൽഹിയെ സംബന്ധിച്ച് ആദ്യ തോൽവിയിലേക്ക് നയിച്ചിരുന്നു. അതെല്ലാം പരിഹരിച്ചുകൊണ്ടായിരിക്കും നാളെ ഇരു ടീമുകളും കളിക്കളത്തിലേക്ക് എത്താൻ പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലാണ് നാളത്തെ പോരാട്ടം നടക്കാൻ പോകുന്നത്. ഇരു ടീമുകളുടെയും IPL സീസണിലെ രണ്ടാം റൗണ്ട് പോരാട്ടമാണ്. നമുക്കറിയാം, ജയ്പൂരിലെ പിച്ച് എന്ന് പറയുന്നത് അല്പം ബാറ്റർമാരെ സംബന്ധിച്ച് കുഴപ്പിക്കുന്ന ഒരു പിച്ച് തന്നെയാണ്. ചേസിങ്ങിന് ഒട്ടും എളുപ്പമല്ലാത്ത പിച്ചാണ് ജയ്പൂരിലേത്. അതിനാൽ തന്നെ ടോസ് നേടുന്ന ക്യാപ്റ്റൻ നിസ്സംശയം ബാറ്റിംഗ് തിരഞ്ഞെടുക്കാനാണ് സാധ്യത. കഴിഞ്ഞ മത്സരത്തിലും ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ ടോസ് നേടിയ രാജസ്ഥാൻ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ നിസ്സംശയം ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. മത്സരത്തിൽ 20 റൺസിന് രാജസ്ഥാൻ വിജയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നാളത്തെ മത്സരത്തിലും ടോസ് വിന്നിംഗ് ക്യാപ്റ്റൻ ഫസ്റ്റ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കാനായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി സാധ്യത. സ്പിൻ വിക്കറ്റിന് വളരെ യോജിച്ച ഒരു വിക്കറ്റ് തന്നെയാണ് ജയ്പൂരിലേത്. സംബന്ധിച്ച് ഫസ്റ്റ് ബാറ്റ് ചെയ്യുമ്പോൾ അല്പം റൺസുകൾ അവർക്ക് മികച്ച രീതിയിൽ നേടാൻ സാധിക്കും. എന്നാൽ രണ്ടാമത് ചേസിങ്ങിലേക്ക് വരുമ്പോൾ പിച്ചിൻ്റെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ പിച്ചിൻ്റെ ഡ്യൂ ഫാക്ടർ കൊണ്ട് തന്നെ ആയിരിക്കണം അല്പം ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ബാറ്റർമാരെ സംബന്ധിച്ച് റൺസ് നേടുക എന്നത്. ഇരു ടീമുകളുടെയും ഹെഡ് ടു ഹെഡ് കണക്കിലേക്ക് വരികയാണെങ്കിൽ ജയ്പൂർ സ്റ്റേഡിയത്തിൽ 6 തവണയാണ് രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ഏറ്റുമുട്ടിയിട്ടുള്ളത്. വ്യക്തമായ മേധാവിത്വം തന്നെയാണ് രാജസ്ഥാനുള്ളത്. 4 തവണ RR ജയിച്ചപ്പോൾ 2 തവണ മാത്രമായിരുന്നു ജയ്പൂരിൽ രാജസ്ഥാനെ പരാജയപ്പെടുത്താൻ ഡൽഹി ക്യാപിറ്റൽസിന് സാധിച്ചിട്ടുള്ളത്. ഇരു ടീമുകളുടെ 11ലേക്ക് വരികയാണെങ്കിൽ ഡൽഹി ക്യാപിറ്റൽസിൽ വാർണർ, പൃഥ്വി ഷാ, ഋഷഭ് പന്ത്, മിച്ചൽ മാർഷ്, ഷായ് ഹോപ്പ്, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, ഖലീൽ അഹമ്മദ്, മുകേഷ് കുമാർ, റിക്കി ഭൂയ് എന്നിങ്ങനെ ഇവിടെ പ്രോബബിൾ 11 വരാൻ പോകുന്നത്. രാജസ്ഥാൻ റോയൽസിലേക്ക് വരികയാണെങ്കിൽ ജയ്സ്വാൾ, ജോസ് ബട്ട്ലർ, സഞ്ജു സാംസൺ, റിയാൻ പരാഗ്, ഷിമറോൺ ഹെറ്റ്മയർ, ധ്രുവ് ജൂറൽ, ട്രെന്റ് ബോൾട്ട്, യുസ്വേന്ദ്ര ചഹൽ, രവിചന്ദ്രൻ അശ്വിൻ, നാന്ദ്രെ ബർഗർ, സന്ദീപ് ഇങ്ങനെയായിരിക്കും രാജസ്ഥാൻ റോയൽസിൻ്റെയും പ്ലേയിങ് 11 വരാൻ പോകുന്നത്. പിച്ച് റിപ്പോർട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാറ്റർമാരെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു വെന്യൂ തന്നെയാണ് ജയ്പൂരിലേത്. പ്രത്യേകിച്ചും രണ്ടാമത് ചേസിങ്ങിന് ഇറങ്ങുമ്പോൾ കാര്യമായ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ബാറ്റർമാർക്ക് അവിടെ സംഭവിക്കാറുള്ളത്. നമുക്കറിയാം, 5 മത്സരങ്ങളായിരുന്നു ജയ്പൂരിൽ രാജസ്ഥാൻ കഴിഞ്ഞ സീസണിൽ കളിച്ചത്. അതിൽ 4 എണ്ണത്തിലും രാജസ്ഥാന് പരാജയമായിരുന്നു വിധി. അതിനാൽ തന്നെ ചരിത്രം തിരുത്തി കുറിക്കാനാണ് ഹോം ഗ്രൗണ്ട് സഞ്ജു സാംസൻ്റെ റോയൽസ് ഇറങ്ങുന്നതെങ്കിൽ ഒരു അട്ടിമറി വിജയത്തോടു കൂടി പോയിൻറ്റ്സ് ടേബിളിൽ തങ്ങളുടെ ആദ്യ പോയിൻ്റ് രേഖപ്പെടുത്താനായിരിക്കും ഡൽഹി ക്യാപിറ്റൽസ് നാളെ RRനെതിരെ
എവേ പോരാട്ടത്തിന് ഇറങ്ങാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.